ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ സൂര്യഗായത്രി. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഡിസൈൻസ് ഒന്നും അധികം അറിയാത്തവർക്ക് അല്ലെങ്കിൽ ബോട്ടിലൊന്നും പെയിൻറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇതിന് അധികം സമയമൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ബോട്ടിലാണ്, പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അക്രിലിക് പെയിൻറ്റ്, പിന്നെ ഒരു പെൻ എടുത്തിട്ടുണ്ട്, പിന്നെ 2 ബ്രഷസ്, വേറെ വേറെ സൈസുള്ള കുറേ മൂടികൾ ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഇയർബഡ്സ് അത് കുറച്ച് നനച്ചിട്ട് അതിൻ്റെ പഞ്ഞിയിൽ കുറച്ച് നനച്ചിട്ട് എടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ സ്പോഞ്ചും പിന്നെ ഒരു ട്രേയും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബോട്ടിൽ ആർട്ട് ചെയ്യേണ്ട സാധനങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ ബോട്ടിൽ ഫസ്റ്റ് അടിക്കുന്നത് നമ്മുടെ ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് കോട്ടാണ് കേട്ടോ ഞാൻ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഗ്രീൻ അല്ലെങ്കിൽ ബ്രൗൺ ബോട്ടിലാണ് എടുക്കുകയെന്നുണ്ടെങ്കിൽ 3 കോട്ട് വരെ അടിക്കേണ്ടി വരും. കാരണം അതിൻ്റെ ഒരു പെർഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ട് അടിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഉണങ്ങിയിട്ട് പിന്നെ സെക്കൻഡ് കോട്ട് അടിക്കുക. അതും നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം തേർഡ് കോട്ട് അടിക്കാൻ കേട്ടോ. നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ വൈറ്റ് ഗ്ലാസ് ബോട്ടിലാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് സെക്കൻഡ് കോട്ട് വരെ മതി കേട്ടോ. അപ്പോൾ അത് വൈറ്റ് ആണെങ്കിൽ സെക്കൻഡ് കോട്ട് വരെ മതിയായിരിക്കും. കാരണം അത് അപ്പോൾ തന്നെ ഒരു ഫിനിഷിങ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നെക്കിൽ വെച്ച് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് കോട്ടിൽ അധികം നിങ്ങൾ പെയിൻ്റ് ഒന്നും എടുക്കണ്ട. നമ്മൾ ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഒപ്പിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കണ പോലെ, നമ്മൾ പൂച്ചനെയൊക്കെ തടവുന്നത് പോലെ ജസ്റ്റ് ഒന്ന് തടവി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കോട്ടിങ്ങിന് അതിന് അധികം പെയിൻ്റ് ഒന്നും യൂസ് ചെയ്യണ്ട. അപ്പോൾ അധികം പെയിൻ്റൊക്കെ ഇല്ലാത്ത ആൾക്കാരുടെ കയ്യിൽ പെയിൻ്റൊന്നും ഇല്ലാത്ത സമയമായിരിക്കും, അപ്പോൾ ഒന്നും മേടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വൈറ്റ് ബ്ലാക്കും പെയിൻറ്റ് എടുക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങളുടെ കയ്യിലുള്ള കളറ്, നിങ്ങളുടെ കയ്യിലുള്ള ഏത് കളറായാലും, നിങ്ങളിൽ ഇപ്പോൾ നിറയെ കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർഫുള്ളായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വൈറ്റും ബ്ലാക്കും മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നെക്കിൻ്റെ ഏതാണ്ട് ഭാഗമൊക്കെ കഴിഞ്ഞു. അപ്പോൾ പെയിൻ്റ് അധികം നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ഫുള്ള് അതിൻ്റെ മൂടിയിൽ നിന്ന് വടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ താഴെയുള്ള എല്ലാ വശത്തും ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് കോട്ട് അടിച്ച് കഴിഞ്ഞു. ഇനി സെക്കൻഡ് കോട്ടിന് ഞാനൊരു ബ്രഷാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സെക്കൻഡ് കോട്ടിങ്ങിനും അതേപോലെ തന്നെ അധികം പെയിൻ്റൊന്നും എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ ഈ ഫസ്റ്റ് കോട്ട് അടിച്ച് കഴിഞ്ഞ് സെക്കൻഡ് കോട്ട് അടിക്കുമ്പോൾ നന്നായിട്ട് ഉണങ്ങണം കേട്ടോ. നമ്മൾ ഫസ്റ്റ് കോട്ട് അടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ സെക്കൻഡ് കോട്ട് അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അതിൻ്റെ പെയിൻ്റ് ആകും. പിന്നെ അല്ലാതെ നമ്മൾ ഫസ്റ്റ് കോട്ട് അടിച്ച സ്ഥലത്ത് നമ്മൾ പിടിക്കുമ്പോൾ അതിൻ്റെ പെയിൻ്റൊക്കെ ഇളകി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ പെയിൻറ്റ് വെറുതെ വേസ്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം കേട്ടോ സെക്കൻഡ് കോട്ടും തേർഡ് കോട്ടൊക്കെ അടിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രീനും ബ്രൗൺ ബോട്ടിലാണെങ്കിൽ 3 കോട്ട് വരെ അടിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പിടിക്കുന്ന സമയത്താണെങ്കിലും അല്ലാതെ നമ്മൾ മറ്റ് പെയിൻറ്റിങ് അതിൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പെയിൻറ്റ് ചിലപ്പോൾ വിട്ടുവരാൻ ചാൻസ് ഉണ്ട്. നമ്മളറിയാതെ ആണെങ്കിൽ നമ്മളതിൻ്റെ കൈ തൊട്ട് കഴിഞ്ഞാൽ പെയിൻറ്റ് വിട്ട് വരാൻ സാധ്യതയില്ല. അത്രയും നമ്മുടെ ഗ്ലാസ് ബോട്ടിൽ എന്ന് പറയാൻ ഭയങ്കര തിന്നാണ്. ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സെക്കൻഡ് കോട്ട് അടിച്ചിട്ടും അതിൻ്റെ ആ ഒരു ഗ്രീൻ കളറിൻ്റെ ആ ഒരു അട്രാക്ഷൻ അറിയുന്നുണ്ട്. ഇപ്പോൾ സെക്കൻഡ് കോട്ട് ഞാൻ ഫുൾ അടിച്ചിട്ടുണ്ട്. ഈ ഒരു തേർഡ് കോട്ടും എനിക്ക് അടിക്കാനുണ്ട്. ഇപ്പോൾ സെക്കൻഡ് കോട്ട് അടിച്ചപ്പോൾ അത്ര ക്ലിയറായി തോന്നിയില്ല. അപ്പോൾ ഞാൻ തേർഡ് കോട്ടും ഇതിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത നമ്മുടെ ബോട്ടിലിൻ്റെ മൂടി ഉണ്ടല്ലോ, അപ്പോൾ ആ ബോട്ടിലിൻ്റെ മൂടി അതിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ പ്രസ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അമർത്തി പിടിച്ച് വെക്കരുത് കേട്ടോ. നമ്മുടെ തേർഡ് കോട്ട് അടിച്ചതൊക്കെ പോകും, അതിൻ്റെ പെയിൻറ്റൊക്കെ വിട്ട് വരാൻ ചാൻസ് ഉണ്ടാവും കേട്ടോ. അധികം അമർത്തി പിടിച്ച് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് അതിലേക്ക് വെച്ചാൽ മതി. പിന്നെ നമ്മുടെ പേന വെച്ചിട്ട് അതിൻ്റെ ആ സർക്കിള് കറക്റ്റായിട്ട് എടുക്കാം. പിന്നെ നമ്മുടെ പേന വെച്ച് വരയ്ക്കുമ്പോഴും അധികം നല്ല കട്ടിക്ക് വരയ്ക്കരുതിട്ട്. അതിൻ്റെ കളറ് ചിലപ്പോൾ നമ്മൾ അതിലേക്ക് മേളിലേക്ക് പെയിൻ്റ് അടിക്കുമ്പോൾ അതിൻ്റെ കളറ് ചിലപ്പോൾ അതിലേക്ക് കാണാൻ ചാൻസ് ഉണ്ട്. ഞാൻ ചെയ്തപ്പോൾ അങ്ങനെ കണ്ടതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അതേ തെറ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ മൂടിയുടെ സൈസ് പോലെ തന്നെ ഈ ബോട്ടിലിൻ്റെ ഓരോ വശത്തായിട്ടും ചെയ്യാം കേട്ടോ. ഗ്യാപ്പ് വിട്ട് ചെയ്യാം.
അപ്പോൾ ഞാൻ 2-3 സ്ഥലത്തൊക്കെ ആയിട്ട് ആ ബോട്ടിലിൻ്റെ സർക്കിൾ ഞാൻ അവിടെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ബോട്ടിലിൻ്റെ മൊത്തം സർക്കിൾ ഞാൻ ഓരോ വശത്തായിട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേപോലത്തെ ഇനി 2 ബോട്ടിൽസിൻ്റെ സർക്കിൾസ് ഉണ്ട്. അത് ഞാനിപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അത്ര ചെയ്യാനുള്ള പെയിൻ്റൊന്നുമില്ല. എൻ്റെ വൈറ്റ് പെയിൻറ്റ് കഴിയാറായി. അപ്പോൾ ഞാൻ അത്രയും സർക്കിൾസ് വരച്ച് കഴിഞ്ഞാൽ എൻ്റെ വൈറ്റ് പെയിൻറ്റ് തീരും. അപ്പോൾ ഞാൻ ഫസ്റ്റ് വരച്ച സർക്കിൾ മാത്രം ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വരച്ച സർക്കിളിൻ്റെ മുകളിൽ കൂടെ വൈറ്റ് പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. ഇതേപോലെ തന്നെ എല്ലാ സർക്കിളും ചെയ്ത് കൊടുക്കണം കേട്ടോ. ചെയ്യണ സമയത്ത് നമ്മൾ വരച്ചില്ലേ, ഞാൻ റെഡ് പെൻ വെച്ചിട്ടാണ് വരച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു കളർ എൻ്റെ സൈഡിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അധികം കട്ടിക്ക് വരയ്ക്കരുത്. അതേപോലെ തന്നെ ആ മൂടി കട്ടിക്ക് വെക്കരുത്. അതിൻ്റെ പെയിൻറ്റ് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ബോറാവും. ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ അത് അത്ര കറക്റ്റ് ആവില്ല. അപ്പോൾ ഞാൻ സ്പോഞ്ച് വെച്ച് ചെയ്തു. അപ്പോൾ സ്പോഞ്ച് വെച്ച് ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈഡിൽ വൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ബ്ലാക്കിൻ്റെ ഭാഗത്തേക്ക് വൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത് സൈഡിൽ വരുന്നതിനെ നമ്മുടെ ബ്ലാക്ക് വെച്ചിട്ട് ബ്ലാക്ക് ബ്രഷിലാക്കിയിട്ട് ജസ്റ്റ് ആ സർക്കിളൊന്ന് വരച്ചെടുക്കാം. ബ്രഷ് വെച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വൈറ്റ് കറക്റ്റ് ആവില്ല. ഒന്നാമത് എൻ്റെ കയ്യിൽ വൈറ്റ് കുറവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ സ്പോഞ്ച് വെച്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ സൈഡിലൊക്കെ ആവുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം കേട്ടോ. അതിപ്പോൾ ഞാൻ ചെയ്യുന്നത് മാത്രമല്ല, ഈ ഒരു ഡിസൈൻ സ്പോഞ്ച് വെച്ച് ചെയ്യുമ്പോൾ ഹാർഡിലും ആവും. അപ്പോൾ ഇതേപോലെ തന്നെ ഇതിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് ആ സർക്കിളിൽ തന്നെ ക്ഷമയോടെ നിന്ന് ചെയ്തിട്ട് നമുക്ക് അടുത്ത ഡിസൈനിലേക്ക് പോകണം ഇതിൻ്റെ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും പിന്നെ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എല്ലാം സർക്കിൾ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് വീണ്ടും. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഈ വൈറ്റിൻ്റെ സെക്കൻഡ് കോട്ടും കൂടെ അടിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രഷ് വെച്ചിട്ട് ആദ്യം അടിച്ചപ്പോൾ അത് പോയി. പിന്നെ നമ്മൾ സ്പോഞ്ച് വെച്ച് ചെയ്തു. അപ്പോൾ സ്പോഞ്ച് വെച്ച് ചെയ്യുമ്പോൾ അത് ഉണങ്ങുമ്പോൾ ജസ്റ്റ് ഹോളുകൾ വരും അതിൻ്റെ സെറ്റിൽ. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡോട്ട്സ് ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സെക്കൻഡ് കോട്ട്. അതിലും സെക്കൻഡ് കോട്ട് അടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പിന്നെ സെക്കൻഡ് കോട്ട് അടിക്കുമ്പോൾ പുറത്ത് പോകാതെ ശ്രദ്ധിക്കണം. അതിൻ്റെ സെൻറ്ററിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഒപ്പിക്കൊടുത്താൽ മതി. കണ്ടോ, ഞാൻ അതിൻ്റെ സൈഡിലേക്കൊന്നും അതൊന്നും ചെയ്യുന്നില്ല. അതിൻ്റെ സെൻറ്ററിൽ മാത്രം ആക്കുന്നുള്ളൂ. അധികം ഒപ്പിക്കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ പെയിൻറ്റ് വിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ വളരെ ക്ഷമയോടെ വേണം ചെയ്യാൻ. അപ്പോൾ നിങ്ങളുടെ ജസ്റ്റ് ഒരു കൈ തട്ടിയാൽ മതി അത് ജസ്റ്റ് ഒന്ന് പോവാനായിട്ട്. അപ്പോൾ ക്ഷമയോടിരുന്ന് ചെയ്യാം കേട്ടോ. പക്ഷേ സിമ്പിളാണ്. എനിക്ക് നമ്മൾ രാത്രിയിലൊക്കെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അത് ഇതിൽ ഫ്ലവേഴ്സൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ സെക്കൻഡ് കോട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബഡ്സാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ബഡ്സിൻ്റെ സെൻറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ചപ്പാത്തി രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ സെൻറ്റർ വശം. ഇനി നമുക്ക് നമ്മുടെ വൈറ്റ് പെയിൻറ്റിലേക്ക് മുക്കിയിട്ട് നമ്മുടെ ഈ സർക്കിൾ വരച്ചതിൻ്റെ സൈഡിൽ ഫുള്ള് നമ്മുടെ ബഡ്സ് വെച്ചിട്ട് കുറേ ഡോട്ട്സ് ഉണ്ടാക്കണം. നിങ്ങളുടെ ഇപ്പോൾ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ബ്ലാക്ക് ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളിൽ വേറെ ഏതെങ്കിലും കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആയാലും യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 2 കളേഴ്സ് തന്നെ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങളിൽ കുറേ തരം കളേഴ്സ് ഉണ്ട്. റെഡ്, മഞ്ഞ, പച്ച അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർഫുള്ളായിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഈ ഡോട്ട്സ് നിങ്ങൾക്ക് കളറാക്കാം. ഞാനധികം പെയിൻറ്റ് എടുക്കുന്നില്ല, കാരണം പെയിൻറ്റൊക്കെ കുറേയൊക്കെ തീരാറായി. വൈറ്റ് ഞാൻ
അങ്ങനെ ചുരണ്ടി എടുത്തിട്ടാണ് അതിനെ ശരിക്കും വടിച്ചെടുക്കുകയായിരുന്നു ഞാൻ. അതായിരുന്നു ഞാൻ ബാക്കിയുള്ള 2 മൂടികളുടെ സർക്കിൾ ഞാൻ എടുക്കുകയായിരുന്നത്. അപ്പോൾ ഫുള്ള് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഡോട്ട്സ്, അപ്പോൾ ബഡ്സ് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇതിൽ ചെയ്ത വേറൊരു മിസ്റ്റേക്കും കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോട് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബഡ്സ് കുറച്ച് നനച്ചിട്ട് എടുക്കാനിട്ട്. ഞാൻ പക്ഷേ അത് ചെയ്തില്ല. അത് എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഓർമ്മ വന്നത്. അപ്പോൾ ബഡ്സ് ജസ്റ്റ് ഒന്ന് വെറ്റാക്കിയിട്ട് നിങ്ങൾ ചെയ്യാം കേട്ടോ. അതിൻ്റെ നാരുകൾ, അതിൻ്റെ പഞ്ഞിയുടെ നൂല് ചിലപ്പോൾ അതിലേക്ക് തൊടുന്ന സമയത്ത് വൈറ്റ് പെയിൻറ്റ് അങ്ങനെ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലവറൊക്കെ ഇട്ടിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കണേന്ന് ഞാൻ എൻ്റെ ഒരു പഴയ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കാണണം. അപ്പോൾ അടിപൊളി ബോട്ടിൽ ആർട്ട് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ബോട്ടിലായിട്ട് ട്രൈ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.